തികച്ചും കാലികമായ, വർത്തമാനകാലത്ത് ഏറെ ചർച്ചകൾ അനിവാര്യമായ, മനുഷ്യജീവിതത്തിൻ്റെ നിഖില മേഖലകളെ സ്പർശിച്ചുകൊണ്ടുള്ള ഒരു വിഷയമാണ് ഇൻഷുറൻസ് എന്നത്. ജനനം മുതൽ മരണം വരെയുള്ള മനുഷ്യൻ്റെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിൽ വിദ്യാഭ്യാസം, തൊഴിൽ, യാത്ര തുടങ്ങി പല മേഖലകളിൽ മനുഷ്യജീവിതത്തിൽ കടന്നു വരുന്ന ഒന്നാണ് ഇൻഷുറൻസ്. അനുവദനീയമായ രൂപത്തിലുള്ള ഇൻഷുറൻസുകളും അനുവദനീയമല്ലാത്ത ഇൻഷുറൻസുകളുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോന്നിൻ്റെയും ലക്ഷ്യവും അടിസ്ഥാനവും പ്രവർത്തന രീതിയുമാണ് അതിനെ അനുവദനീയവും നിഷിദ്ധവുമാക്കി മാറ്റുന്നത്. ഇസ്ലാമികമായി അനുവദനീയമായ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതും അനുവദനീയമല്ലാത്ത സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതും വേർതിരിച്ച് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതിൻ്റെ ചില മാനദണ്ഡങ്ങൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഇതിൽ ഒരു കാര്യത്തെ എങ്ങനെ എളുപ്പത്തിൽ ഹറാമാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു സമീപനമുണ്ട്. ഒരു പക്ഷേ സൂക്ഷ്മതയുടെ പേരിലായിരിക്കാം. എന്നാൽ രണ്ടാമത്തേത് പരമാവധി സൂക്ഷ്മതയോടുകൂടി വിഷയത്തെ സമീപിക്കുകയും ഹലാലാക്കാനുള്ള സാധ്യതകളെ തള്ളിക്കളയാതെ അതിൻ്റെ സാധ്യതകളുണ്ടോ എന്ന വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണവും പരിശോധനയും നടത്തുക എന്നതാണ് രണ്ടാമത്തെ സമീപനം. ഞാൻ നേരത്തെ പറഞ്ഞ കൊമേഴ്ഷ്യൽ ഇൻഷുറൻസിൻ്റെ ഭാഗത്തേക്ക് കടക്കുന്നില്ല. രണ്ടാമത് പറഞ്ഞ ഇസ്ലാമിക് ഇൻഷുറൻസ് അഥവാ തക്കാഫുൽ, അതിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ആധുനിക വൈജ്ഞാനിക പഠനങ്ങളും പണ്ഡിത വീക്ഷണങ്ങളുമൊക്കെ മേഖലയിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിൽ ഇസ്ലാമിക് ബാങ്കിങ് അതിന് RBI അപ്രൂവൽ കൊടുക്കാത്ത അതേപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ റെഗുലേറ്ററി അതോറിറ്റിയായിട്ടുള്ള IRDA ഈ ഇസ്ലാമിക് ഇൻഷുറൻസിനെ അഥവാ തക്കാഫുലിന് ഇന്ത്യയിൽ അപ്രൂവൽ ഇല്ല എന്നുള്ളതാണ്. ഇസ്ലാമിക് ഇൻഷുറൻസിനെ ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതി എന്ന നിലയിൽ ആധുനിക പണ്ഡിതന്മാർ വിശകലനം ചെയ്തിട്ടുണ്ട്. ഡോക്ടർ മുഹമ്മദ് നജാത്തുള്ള സിദ്ദീഖി ഇൻഷുറൻസിനെ ഇസ്ലാമിക് സോഷ്യൽ സെക്യൂരിറ്റിയായി വിശേഷിപ്പിക്കുന്നു. ഷെയ്ഖ് മുഹമ്മദ് തഖി ഉസ്മാനി ഖറാർ, റിബ എന്നിവ ഒഴിവാക്കിക്കൊണ്ട് തക്കാഫുൽ എന്ന ബദൽ രീതി ആഗോളതലത്തിൽ അവതരിപ്പിച്ചു. ഡോക്ടർ വഹബ അൽ സുഹൈലി ഇൻഷുറൻസിനെ ഒരു ദാന ഉടമ്പടിയായി കാണാനാണ് നിർദ്ദേശിക്കുന്നത്. ഈ പറയപ്പെട്ട ഇസ്ലാമിക് ഇൻഷുറൻസിൻ്റെ തക്കാഫുലിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഒന്ന് റിസ്ക് ഷെയറിംഗ് ആണ്, രണ്ടാമത്തേത് മ്യൂച്വൽ കോപ്പറേഷനാണ് അഥവാ പരസ്പര സഹായ പദ്ധതി, സഹകരണ നിധി. ഒരു പൊതു ഫണ്ടായി കണ്ടുകൊണ്ട് നല്ല നിയത്തോടുകൂടി ഡൊണേഷൻ എന്ന നിയത്തോടുകൂടി നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ നമ്മിൽപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ എടുക്കാം എന്ന നല്ല നിയത്തോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി ഈ പൊതു ഫണ്ടിലേക്ക് നിക്ഷേപിക്കുന്നു. അതിൻ്റെ 2-3 പ്രായോഗികമായ ഉദാഹരണങ്ങൾ പറയാം. ഒരു നാട്ടിൽ 100 ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്. അവർ ചേർന്നുകൊണ്ട് ഓരോരുത്തരും ചെറിയ തുക നൽകി ഒരു പൊതു നിധി ഉണ്ടാക്കുന്നു. ആ 100 ആളുകളിൽ ആരുടെയെങ്കിലുമൊക്കെ വാഹനം അപകടത്തിൽപ്പെട്ടാൽ ആ നിധിയിൽ നിന്നെടുത്തുകൊണ്ട് സഹായിക്കുന്നു. അവിടെ ലക്ഷ്യം പ്രോഫിറ്റ് ഓറിയൻറ്റഡ് അല്ല, ലാഭമുണ്ടാക്കലല്ല, മറിച്ച് റിസ്ക് ഷെയറിംഗ് ആണ് അതിലൂടെ നടക്കുന്നത്. മറ്റൊരു ഉദാഹരണം കുടുംബ സുരക്ഷയാണ്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും കുടുംബ സംരക്ഷണത്തിനുമൊക്കെ ഈ പറയപ്പെട്ട പദ്ധതി നമ്മൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഉപകരിക്കും. അതുപോലെ തന്നെ മറ്റൊന്നാണ് ചികിത്സാ സുരക്ഷ. മാരക രോഗങ്ങൾ വരുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവുകൾ നമ്മൾ ഈ പറഞ്ഞ സിസ്റ്റത്തിലൂടെ ഇസ്ലാമിക ഇൻഷുറൻസ് വഴി പരിഹരിക്കപ്പെടുന്നു. അത് തആവുൻ, പരസ്പര സഹകരണത്തിൻ്റെ ആ തത്വത്തിൻ്റെ ഉദാഹരണവുമാണ്. ഇസ്ലാമികമായിട്ടുള്ള ഈ ഇൻഷുറൻസ് സംവിധാനത്തിൽ അപകടാവസ്ഥയിൽ അതിൻ്റെ റിസ്ക് ഒരാൾ മാത്രം അനുഭവിക്കുന്നതിൽ നിന്നും മാറി കൂട്ടമായി അതിനെ നേരിടുന്ന രൂപമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മനഃപൂർവ്വമല്ലാതെ സംഭവിക്കുന്ന നരഹത്യയുടെ നഷ്ടപരിഹാരം വ്യക്തിയിൽ നിന്നല്ല, അയാളുടെ അസ്വബയിൽ നിന്നും അഥവാ അയാളുടെ അനന്തരാവകാശികളാകാൻ സാധ്യതയുള്ള പുരുഷന്മാരിൽ നിന്നും ഓരോരുത്തരുടെയും വരുമാനമനുസരിച്ച് ഈടാക്കുകയാണ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇത് അപകടത്തെ കൂട്ടമായി നേരിടുന്നതിനുള്ള അഥവാ റിസ്ക് ഷെയറിങ്ങിൻ്റെ ചരിത്രത്തിലെ ഒരു ഉദാഹരണമാണ്. സംഭവിക്കാനിടയുള്ള അപകടത്തിൻ്റെ ആഘാതത്തിൽ നിന്നും ഒരാൾക്ക് ആശ്വാസം നൽകുക എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ പൊരുൾ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വഹാബത്തിൻ്റെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു മാതൃകയുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അത് കാണാൻ കഴിയും. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്അരി ഗോത്രക്കാർ അവർക്ക് യുദ്ധത്തിൽ പാപ്പരാവുകയോ മദീനയിൽ അവരുടെ സന്താനങ്ങൾക്കുള്ള ഭക്ഷണത്തിന് ക്ഷാമം നേരിടുകയോ ചെയ്താൽ
അവരുടെ ഓരോരുത്തരുടെയും കൈവശമുള്ള എല്ലാ ഭക്ഷ്യവസ്തുക്കളും കൂടിയിട്ട് ഒരു വിരിപ്പിലേക്ക് കൊണ്ടുവന്നിടും, ഒരുമിച്ച് കൂട്ടും. അതിൻ്റെ ശേഷം ആളോഹരി അനുസരിച്ചുകൊണ്ട് അവർക്കിടയിൽ തുല്യമായി കൊണ്ട് വീതിക്കും. അതുകൊണ്ട് തന്നെ അവരെന്നിൽപ്പെടുന്നവരും ഞാൻ അവരിൽപ്പെട്ടവരുമാണ് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. റസൂലുള്ള ആ രീതിയെ, ഷെയറിങ് എന്ന രീതിയെ പ്രോത്സാഹിപ്പിക്കുകയും ജനകീയമാക്കുകയും അത് നടപ്പിലാക്കാൻ പ്രേരിപ്പിക്കുകയുമാണ് ഈ ഹദീസിലൂടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ അവർ നടപ്പിലാക്കിയിട്ടുള്ള രീതിയെ നമ്മൾ പഠന വിധേയമാക്കിയാൽ, ഗോത്രം ഒന്നടങ്കം ഭക്ഷ്യക്ഷാമം നേരിടുമ്പോൾ അവരിൽ ചില കുടുംബങ്ങൾ വല്ലാതെ ക്ഷാമത്തിലാകും. എന്നാൽ ചില കുടുംബങ്ങൾക്ക് തങ്ങൾക്ക് ആവശ്യമുള്ളതിലധികം ഭക്ഷണം ഉണ്ടാവുകയും ചെയ്യും. ഇതെല്ലാം ഒരുമിച്ച് കൂട്ടി ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് ഓരോ കുടുംബത്തിനും തുല്യമായി വീതിക്കുമ്പോൾ ഭക്ഷ്യക്ഷാമം ചില കുടുംബങ്ങളിലെങ്കിലും ഉണ്ടാക്കിയേക്കാവുന്ന കഠിനമായ ആഘാതത്തെ കുറയ്ക്കാനും ലഘൂകരിക്കാനുമൊക്കെ ഒരുമിച്ചുള്ള സംവിധാനത്തിലൂടെ സാധിക്കുന്നു. ഇതാണ് തക്കാഫുൽ അഥവാ ഇസ്ലാമിക് ഇൻഷുറൻസ് സംവിധാനത്തിൻ്റെ പൊരുൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു കുടുംബത്തിലെയോ ഒരു നാട്ടിലെയോ ആളുകൾ ചേർന്നുകൊണ്ട് രോഗങ്ങൾ കാരണം അവർക്ക് ഉണ്ടായേക്കാവുന്ന ആഘാതത്തിനെ തടുക്കാൻ വേണ്ടി ഒരു തക്കാഫുൽ സംവിധാനം രൂപീകരിക്കുന്നു. ഒരു വർഷം ഒരു നിശ്ചിത വിഹിതം ദാനം എന്ന നിലക്ക് അംഗങ്ങൾ അതിൽ നിക്ഷേപിക്കുന്നു. അതിൽ നിന്ന് രോഗബാധിതരായിട്ടുള്ള ആളുകൾക്ക് ചികിത്സാ സഹായം നൽകുന്നു. ആ സംവിധാനത്തിൻ്റെ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് ഒരു നിശ്ചിത ശതമാനം അവർക്ക് മാറ്റിവെക്കാവുന്നതാണ്. ആ ടോട്ടൽ കിട്ടുന്ന എമൗണ്ടിൻ്റെ ഇത്ര ഭാഗമാണ് സഹായമായി കൊടുക്കുക എന്നുള്ളത് നേരത്തെ അവർക്ക് വേണമെങ്കിൽ നിജപ്പെടുത്താവുന്നതാണ്. ഇനി ആ ഫണ്ടിലെ പണം അവസാനിക്കുന്നത് വരെയാണ് ചികിത്സാ സഹായം ഉണ്ടാവുക. അത് അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ സഹായം ഉണ്ടാവുകയില്ല. അംഗങ്ങൾ കൂടുന്ന സമയത്ത് ഇപ്പോൾ 100 ആളാണെങ്കിലും 500 ആണെങ്കിലും 5000 ആണെങ്കിലും അംഗങ്ങളുടെ എണ്ണം കൂടുമ്പോൾ ഫണ്ടിൻ്റെ വർധനയുണ്ടായിരിക്കും. ചികിത്സാ സഹായമൊക്കെ നൽകിയതിന് ശേഷം പിന്നീട് ബാക്കി വരുന്ന പണം അത് വേണമെങ്കിൽ രോഗികളെ സഹായിക്കാനോ മറ്റ് സൽപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ മാറ്റിവെക്കാവുന്നതാണ്. ഇനി അതുമല്ലെങ്കിൽ ആ ബാക്കി വരുന്ന പണം ഓരോ അംഗങ്ങൾക്കും വീതം വെച്ചതിന് ശേഷം അടുത്ത വർഷത്തിലേക്ക് അതിൻ്റെ ബാക്കി തുക അവർ അടച്ചാൽ മതി എന്ന രൂപത്തിലും വിനിയോഗിക്കാവുന്നതാണ്. ഇസ്ലാമികമായ തക്കാഫുൽ സംവിധാനം പോലെ ലാഭം ലക്ഷ്യം വെക്കാത്ത എന്നാൽ പരസ്പര സഹകരണവും അപകടങ്ങൾ പരസ്പരം പങ്കുവെച്ചുകൊണ്ടുമുള്ള അതിൻ്റെ ആഘാതം കുറയ്ക്കുക എന്നതും ലക്ഷ്യം വെക്കുന്ന ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന പൊതു ഇൻഷുറൻസ് സംവിധാനങ്ങളിൽ നമുക്ക് പങ്കാളികളാകാം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാം അതിലേക്ക് നൽകുന്ന പണം ഒരു പൊതു ഫണ്ടായി ആ സംവിധാനത്തിൽ തന്നെ നിലനിൽക്കുകയും പങ്കാളികളിൽ നിന്ന് അപകടം സംഭവിക്കുന്ന അർഹരായിട്ടുള്ള ആളുകൾക്ക് സഹായം ചെയ്യുകയും ചെയ്യുന്ന പൊതു പദ്ധതികൾ തന്നെയാണ് ഇസ്ലാമിക തക്കാഫുൽ സംവിധാനങ്ങളും. അവിടെ ഗവൺമെൻറ്റോ പങ്കാളികളോ അതിൽ ഉൾപ്പെടുന്ന നമ്മളോ അതിൽ നിന്നും ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടല്ല, മറിച്ച് അപകടത്തിൻ്റെ ആഘാതം അത് പരസ്പരം പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് അനുവദനീയമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള ഇപ്പോൾ തക്കാഫുൽ അതിന് ഇന്ത്യയിൽ അപ്രൂവൽ ഇല്ല എങ്കിൽ പോലും വളരെ ചെറിയ രൂപത്തിൽ ഒരു നാട്ടിൽ, ഒരു യൂണിറ്റിൽ, ഒരു മഹലിൽ ഈ പറയപ്പെട്ട രീതി അനുസരിച്ചുകൊണ്ട് ഒരു ഫണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ ആ മഹലിൽ നേരത്തെ പറയപ്പെട്ടതുപോലെ രോഗികളായിട്ടുള്ള ആളുകളുണ്ടാകുമ്പോൾ, അപകടത്തിൽപ്പെട്ട ആളുകളുണ്ടാകുമ്പോൾ ആ അപകടത്തിൻ്റെ ആഘാതം കുറയ്ക്കാനും ആ ആളുകൾക്ക് അതൊരു വലിയ രൂപത്തിൽ സഹായകരമാകും എന്നാണ് തോന്നുന്നത്. അവസാനിപ്പിക്കുന്നു. ഒരു പണ്ഡിത സഭ എന്ന നിലക്ക് ആധുനിക സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ദൈനംദിന ജീവിത പ്രശ്നങ്ങളെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അഭിമുഖീകരിക്കാനുള്ള വഴികൾ നാം പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുത്തേ മതിയാകൂ. പുതിയ വിഷയങ്ങളിൽ, ആനുകാലിക പ്രശ്നങ്ങളിൽ, സാധാരണ മനുഷ്യരുടെ ജീവിത പ്രതിസന്ധികളിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള മോഡലുകൾ അവതരിപ്പിക്കാനും ആളുകൾക്ക് സംശയമില്ലാതെ അതിനെ പിന്തുടരാനും അവസ്ഥ സംജാതമാവേണ്ടതുണ്ട്. അതിന് ഇത്തരം വൈജ്ഞാനിക ചർച്ചകൾ നിമിത്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൂട്ടത്തിൽ സംസ്ഥാന തലത്തിലുള്ള ഈ പരിപാടിയുടെ തുടർച്ച എന്നുള്ള നിലക്ക് ഇവിടെ ചർച്ചക്കെടുത്ത ഓരോ വിഷയങ്ങളും ആ വിഷയങ്ങളിൽ ഗഹനമായിട്ടുള്ള പഠനങ്ങൾക്ക് വഴിയൊരുക്കാൻ ജില്ലാതലങ്ങളിലൊക്കെ സാധിച്ചാൽ അത് വലിയ ഉപകാരങ്ങളാകും. കാരണം ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ ദിവസങ്ങളോളം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ഒരു മണിക്കൂറിൽ നമ്മൾ പരിമിതപ്പെടുത്തുമ്പോൾ ആ ചർച്ചയുടെ അന്തസത്ത ചോർന്നു പോവുകയോ വൈവിധ്യമാർന്ന വീക്ഷണങ്ങളെ പങ്കുവെക്കാൻ സാധിക്കാതെ വരികയോ ചെയ്യും എന്നൊരാശങ്ക കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.